ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അങ്ങനെ ഓയിലും ബേക്കിംഗ് സോഡയും പാലും ഒന്നും ചേർക്കാത്തൊരു വാനില സ്പോഞ്ചിൻ്റെ റെസിപ്പി വീഡിയോ ആയിട്ടാണ് കേട്ടോ പ്രാവശ്യം വന്നിട്ടുള്ളത്. കഴിഞ്ഞ വീഡിയോ ഇട്ടപ്പോൾ ഒരുപാട് പേര് അതിൻ്റെ റെസിപ്പി വീഡിയോ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവർക്ക് വേണ്ടി ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ അത്. പിന്നെ ഓൾറെഡി നമുക്കൊരു 2 kg ഒരു ഓർഡർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും റെസിപ്പി വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്യാണ് കേട്ടോ. ഞാനിപ്പോൾ ഇതിൽ കാണിക്കുന്നത് 2 kg സ്പഞ്ചിൻ്റെ അളവാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് 8 കോഴിമുട്ട എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 കപ്പ് പഞ്ചസാരയും ഒരു നുള്ളു ഉപ്പും 2 ടീസ്പൂൺ വാനില എസൻസും ഒഴിച്ചിട്ട് അതൊരു സൈഡിൽ ബീറ്റാക്കാൻ വെച്ചിട്ടുണ്ടാകും കേട്ടോ. ഞാൻ സ്റ്റാൻഡ് ബീറ്ററിലാണ് വെച്ചിട്ടുള്ളത്. അതവിടെ ബീറ്റാവുന്ന ടൈം കൊണ്ട് നമുക്ക് പൊടികളൊക്കെ ഒന്ന് അരിച്ചെടുക്കാം കേട്ടോ. ഒരു പാത്രത്തിൽ അരിപ്പ് വെച്ചിട്ട് അതിലേക്ക് 2 കപ്പ് മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 2 ടീസ്പൂൺ കോൺഫ്ലവറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ സ്പഞ്ചിന് ഒരു വൈറ്റ് കളർ കിട്ടാൻ വേണ്ടിയിട്ടും ഒന്ന് സോഫ്റ്റ് ആവാനും കൂടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നിർബന്ധമൊന്നുമില്ല, ആവശ്യമുള്ളവർ മാത്രം ചേർത്താൽ മതി. അതിന് പൊടികളൊക്കെ 2 പ്രാവശ്യമായിട്ട് ഒന്ന് അരിച്ച് മാറ്റി വെക്കാം കേട്ടോ. അതിൻ്റെ ശേഷം നമ്മുടെ ബേക്കിംഗ് മോൾഡൊക്കെ ഒന്ന് ഓയിൽ ബ്രഷ് ചെയ്തിട്ട് ഒന്ന് ബട്ടർ പേപ്പറൊക്കെ വിരിച്ചിട്ട് ഒന്ന് സൈഡിലേക്ക് മാറ്റി വെക്കുക. അങ്ങനെ ആ വക പരിപാടികളൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ നമ്മൾ എഗ്ഗൊക്കെ നന്നായിട്ട് ബീറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, നമ്മൾ എഗ്ഗ് നല്ല വൈറ്റ് കളർ ആവണ വരെ ഒന്ന് ബീറ്റാക്കി എടുക്കണം കേട്ടോ. അത്രയും ബീറ്റാക്കി എടുത്താലേ നമ്മുടെ സ്പഞ്ചിന് നല്ല സോഫ്റ്റായി കിട്ടുള്ളൂ. ഇത്രയും ബീറ്റാക്കി എടുത്താൽ തന്നെ നമ്മൾ ഓയിലിൻ്റെയും പാലിൻ്റെയും ഒന്നിൻ്റെ ആവശ്യമില്ല കേട്ടോ. അല്ലാതെ തന്നെ നന്നായിട്ട് സോഫ്റ്റായിട്ട് നല്ല ഹൈറ്റിലുള്ള ഒരു സ്പഞ്ച് തന്നെ കിട്ടും. പിന്നെ സ്റ്റാൻഡ് മിക്സറിൻ്റെ ബ്ലേഡൊക്കെ ഒന്ന് മാറ്റിയിട്ട് മിക്സ് ചെയ്യണ ബ്ലേഡാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ ശേഷം ഒരു 1/4 കപ്പ് വെള്ളമാണ് കേട്ടോ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. നോർമലായിട്ടുള്ള വാട്ടറാണ് കേട്ടോ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ചൂടുവെള്ളമോ തണുത്ത വെള്ളം ഒന്നുമല്ല, നോർമലായിട്ടുള്ള വെള്ളമാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. അത് ഒഴിച്ചൊന്ന് മിക്സാക്കിയതിൻ്റെ ശേഷം ഇടയ്ക്ക് ഇതുപോലെ പൊടികൾ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. അതിൻ്റെ ശേഷം നമ്മുടെ ബീറ്ററൊക്കെ ഒന്ന് ഓഫാക്കി ഒന്ന് പുറത്തേക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ സ്പാറ്റിൽ വെച്ചിട്ട് ഇതുപോലൊക്കെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. കാരണം താഴത്ത് ഇതുപോലെ അടിയാതെ കിടക്കുന്ന ഏതെങ്കിലും ഭാഗങ്ങളുണ്ടെങ്കിൽ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കണം കേട്ടോ. നമ്മുടെ ബാറ്റർ കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ടുള്ള തിക്കായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയിൽ തന്നെ ആയി കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ശേഷം നമ്മുടെ ബേക്കിംഗ് മോൾഡിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാനിപ്പോൾ 1.5 kg 9 ഇഞ്ചിൻ്റെ റൗണ്ട് പാനാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. എനിക്ക് 1.5 kg ഓർഡറാണ് ഉണ്ടായിരുന്നത്. ഞാൻ എന്തായാലും പിറ്റേ ദിവസത്തൊക്കെ ഒരു 1/2 kg ഓർഡർ ഉണ്ട്. അപ്പോൾ അതിൻ്റെ സ്പഞ്ച് ഇതിൽ കൂടെ റെഡിയാക്കാമെന്ന് വിചാരിച്ചിട്ട് 2 kg ബാറ്ററാണ് കേട്ടോ റെഡിയാക്കിയത്. അങ്ങനെ 1.5 kg ആ ഒരു ബാറ്റർ ഒഴിച്ചതിൻ്റെ ശേഷം ബാക്കി വന്ന ബാറ്ററിലേക്ക് 2 ടീസ്പൂൺ കൊക്കോ പൗഡർ ഇട്ടിട്ട് ഒരു ചോക്ലേറ്റിൻ്റെ ബാറ്റർ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അതിലേക്ക് വേറെ ഒന്നും ആഡ് ചെയ്തിട്ടില്ല കേട്ടോ. നമ്മുടെ ആ ബാറ്ററിലേക്ക് 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ മാത്രം ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കുക ചെയ്തത്. ആ ബാറ്ററി നമ്മൾ 5 ഇഞ്ചിൻ്റെ 2 മോൾഡിലായിട്ടാണ് കേട്ടോ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. നമ്മൾ കുറച്ച് ഹൈറ്റിൽ ചെയ്യാനായിട്ടാണ് കേട്ടോ 5 ഇഞ്ചിൻ്റെ 2 പാനിൽ ഒഴിച്ച് കൊടുത്തത്. 1/2 kg കേക്കാണ്. അതിൻ്റെ ശേഷം പിന്നെ നമ്മൾ ബേക്കാക്കാൻ വെക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്നോട് ഒരുപാട് പേര് അതിൻ്റെ ടൈമിങ്ങിൻ്റെ കാര്യം ഒന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതൊന്ന് വീഡിയോ ആക്കി കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എപ്പോഴും 190 ഡിഗ്രിയിലാണ് കേട്ടോ ബേക്ക് ചെയ്യാറുള്ളത്. 2 ഭാഗത്തെ കോയിലും ഓണാക്കി ഇടാറുണ്ട്. അതിൻ്റെ ശേഷം 1 kg കേക്കാണെങ്കിൽ 30 മിനിറ്റിലും 1.5 kg ഒക്കെ ആണെച്ചെങ്കിൽ 40-45 മിനിറ്റിലൊക്കെയാണ് കേട്ടോ ടൈം ഓണാക്കി വെക്കൽ. എപ്പോൾ കേക്ക് വെച്ചാലും ടൈമിങ് മാത്രമാണ് ഞാൻ തിരിച്ചിട്ട് കൂട്ടാനും കുറക്കാനൊക്കെ നിൽക്കാറുള്ളൂ കേട്ടോ. ബാക്കി 2 നോബും ഞാൻ ഒന്നും ചെയ്യാറില്ല. അത് എപ്പോഴും ആ ഒരു ഇതിൽ തന്നെയാണ് എടുക്കാറുള്ളത്. അങ്ങനെ നമ്മുടെ കേക്കിൻ്റെ ബാറ്ററൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ശേഷം ഒരു 20 മിനിറ്റൊക്കെ ആയപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് കേക്കിൻ്റെ സ്പഞ്ച് ആയപ്പോൾ ഞാൻ പുറത്തേക്ക് എടുത്തു കേട്ടോ. അങ്ങനെ ഒരു 40-45 മിനിറ്റൊക്കെ ആയപ്പോൾ നമ്മുടെ വാനില സ്പഞ്ച് റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നല്ല പുറത്തേക്ക് എടുത്തപ്പോൾ നല്ല ചൂടുള്ള ടൈമാണ് കേട്ടോ. അപ്പോൾ ചൂടാറാനായിട്ട് ഞാൻ ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ചൂടാറിൻ്റെ ശേഷമുള്ളതാണ് കേട്ടോ ഇത്. നല്ല ഹൈറ്റിലുള്ള നല്ല അടിപൊളി സ്പോഞ്ചാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. ബേക്കിംഗ് സോഡയും ഓയിലും പാലും ഒന്നും ചേർക്കാതെ ഇത്രയും ഹൈറ്റിലുള്ള ഒരു സ്പഞ്ചാണ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇതൊന്നും ഇല്ലാതെയും നമുക്ക് കേക്കിൻ്റെ സ്പഞ്ച് ഉണ്ടാക്കാമെന്നുള്ളപ്പോൾ എല്ലാവർക്കും മനസ്സിലായില്ലേ. ഞാനിപ്പോൾ ഇതിൽ 2 kg മെഷർമെൻ്റ് ആണ് കേട്ടോ കാണിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് 1 kg ആണെച്ചെങ്കിൽ ഇതിൻ്റെ എല്ലാം നേരെ പകുതി അളവ് എടുത്താൽ മതി കേട്ടോ ചെയ്യുമ്പോൾ. 1 കപ്പ് മൈദ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, അതുപോലെ 1 ടീസ്പൂൺ കോൺഫ്ലവർ, 1/2 കപ്പ് പഞ്ചസാര, 4 കോഴിമുട്ട, ആ ഒരു അളവിലെടുത്താൽ മതി കേട്ടോ. ബാക്കി എല്ലാം സെയിം മെത്തേഡിൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.